നമസ്കാരം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് ആദ്യഘട്ട നടപടി മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഒരു ദിവസം പിന്നിട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി ഇന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കൾ തന്നെ രാജി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഒരു കുലുക്കവുമില്ല. എന്താണ് രാഹുലിന്റെ ഇനിയും കെടാത്ത ആത്മവിശ്വാസം? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് VR അനൂപ്, CPM വക്താവ് PM ആർഷോ, രാഹുൽ ഈശ്വർ, മാളവിക ബിന്നി എന്നിവർ ചേർന്നു. ആദ്യം അനൂപിലേക്ക്. അനൂപ്, കോൺഗ്രസിനകത്ത് വനിതാ നേതാക്കൾ പരസ്യമായി തന്നെയാണ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നത്. എന്നിട്ടും ഈ ആശയവിനിമയം തുടരും. ഉചിതമായ സമയത്ത് നടപടിയെടുക്കുമെന്നാണ് KPC അധ്യക്ഷൻ പറയുന്നത്. ഏതാണ് ആ ഉചിതമായ സമയം? പഴുത്ത് ചീഞ്ഞ് നാറി താഴെ വീണിട്ടോ? അജിംസെ, ഒരിക്കലുമില്ല. അജിംസിന് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു ദിവസം രാവിലെ പിണറായി വിജയൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ റോഡിൽ ഉടനീളം പ്രതിരോധം ഒരുക്കിയ പാർട്ടിയും പ്രവർത്തകരുമാണ് ഞങ്ങളുടേത്. അത് രാഷ്ട്രീയമായ പിന്തുണയാണ്. അയാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്ന പിന്തുണയാണ്. പക്ഷേ ആ പിന്തുണ സ്വകാര്യ കാര്യങ്ങളിൽ ഒരാളുടെ സ്വകാര്യ പ്രവർത്തികളുടെ ഭാരം വഹിക്കേണ്ട ബാധ്യത ഒരു സംഘടനയ്ക്കും ഇല്ലാന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ വളരെ വ്യക്തമാണ്. ഞാൻ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് രാഹുൽ മാങ്കൂട്ടം പോകുന്ന വാഹനത്തിൽ റോഡിലേക്ക് ചാടി വീണ് പ്രതിരോധം ഉയർത്തിയ പാർട്ടിയും പ്രവർത്തകരാണെങ്കിൽ ഇന്ന് ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളുടെ റോട്ടിലെ വഴി മുടക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഇരകളായ സ്ത്രീകൾ സംസാരിക്കുന്നത് ബഹുമാനത്തോടുകൂടി കേൾക്കും. അവർക്ക് അർഹിക്കുന്ന ആദരവും അന്തസ്സും കൊടുക്കും. അവരെ അപമാനിക്കുന്ന ഒരു നീക്കത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് കേരളത്തിലെ UDFന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അസന്നിഗ്ധമായി പറഞ്ഞു. അത് സൈബർ അണികൾക്ക് മാത്രമല്ല, ഒരു MP സംസാരിച്ചപ്പോൾ പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റായ പ്രയോഗങ്ങൾ ഉണ്ടാകരുതെന്ന് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞു. ഇന്ന് തന്നെ താങ്കൾ ഈ സംഭാഷണം തുടങ്ങുമ്പോൾ പറഞ്ഞത് എന്താ? ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമാണ് ഞങ്ങളുടെ പാർട്ടിയിലെ സ്ത്രീ നേതാക്കൾ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളാണ്. KPCCയുടെ മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് അവരവരുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി അധ്യക്ഷനായ ഒരു സമിതി ഈ PK ശശിയുടെ കാര്യത്തിലെടുത്ത നിലപാട് നമുക്കറിയാലോ. P ശശിയുടെ കാര്യത്തിൽ, അതുപോലെ മുകേഷിന്റെ കാര്യത്തിലൊക്കെ അവിടെ അവരുടെ സ്ത്രീ നേതാക്കൾക്ക് അവരുടെ അഭിപ്രായം കോൺഗ്രസിനെ സംബന്ധിച്ച് അനൂപ് നേതൃതലത്തിൽ ഓക്കെയാണ്. പക്ഷെ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഇന്ന് അല്പം മുമ്പ് ഞാൻ കണ്ടൊരു പോസ്റ്റ് എന്താണെന്ന് അറിയാമോ? യൂറോപ്പിൽ നിന്ന് ഇവിടെ എത്തി വളഞ്ഞ വഴിയിൽ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ഒരുത്തി, യൂദാസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അസഭ്യം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ സൈബർ രംഗത്ത് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീക്കെതിരെയാണ് ഈ ആരോപണം. അല്പം മുമ്പ് കണ്ടാണ് ഞാൻ. അല്ല, ഒരിക്കലുമില്ല. ഇവിടെ സൈബർ രംഗത്ത് പറയുന്ന ഒരു ആൾക്കൂട്ട സ്വഭാവം, ഒരു മോബ് ലിഞ്ചിങ്ങിന്റെ സ്വഭാവം പല പാർട്ടിയുടെ അണികളാണെങ്കിൽ അവർ വെച്ച് പുലർത്താറുണ്ട്. അതൊന്നും പാർട്ടിയുടെ ആധികാരികമായ അഭിപ്രായമില്ലാന്നേ. പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആധികാരികമായി അഭിപ്രായം പറഞ്ഞ ഒരു MP പോലും തിരുത്തി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയാനേ പാടില്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് വളരെ പ്രാഥമികമായ പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ വന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നത് എന്താ, ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയമായ നിലപാട്, ഇത്തരം ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കി. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റാരോപിതൻ എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത് പറയാം, അത് പാർട്ടി കേൾക്കും. പക്ഷേ പാർട്ടി കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല, തീർച്ചയായും ഈ ഇരകളായ സ്ത്രീകളുടെ പരാതി കേൾക്കും. അതുപോലെ ഈ പാർട്ടിക്കകത്ത് ഇന്ന് ശബ്ദമുയർത്തിയ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ദീപ്തി മേരി വർഗീസും അടക്കമുള്ള സ്ത്രീകളുടെ അഭിപ്രായവും ഈ പാർട്ടി പരിഗണിക്കുന്നേ. ഈ സ്ത്രീകൾ, ഈ നേതാക്കന്മാർ, ഷാനിമോൾ ഉസ്മാൻ ആയാലും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആയാലും ദീപ്തി മേരി വർഗീസ് ആയാലും അവരവരുടെ സ്വകാര്യ ജീവിതവും പൊതുജീവിതവും എത്രയോ വർഷങ്ങളായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇപ്പോഴും അർഹമായ പ്രതിഫലം കിട്ടാതെ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ്. ആ പാർട്ടിക്കകത്ത് അവർ അഭിപ്രായം പറയുമ്പോൾ അവരുടെ അഭിപ്രായത്തിന് അർഹിക്കുന്ന
അർഹിക്കുന്ന അന്തസ്സ് ഈ പാർട്ടി കൊടുക്കും, അവരെ കേൾക്കും, അവർക്ക് ഈ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാൻ കഴിയുന്ന, ഈ പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ പാർട്ടി സൃഷ്ടിക്കും. ഈ പാർട്ടി ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ അജിംസിനോട് പറയാം, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകാപരമായ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. FIR പോലും ഇടാത്ത കേസിനകത്ത് അതിന്റെ പരമാവധി പാർട്ടി പോലുമില്ലാതെ ഔപചാരികമായ ഒരു പരാതി പോലുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി നിർത്തിയത് ആ പരാതികൾ വരാൻ പോകുന്നില്ല എന്നറിഞ്ഞിട്ടും, പക്ഷേ മറ്റ് ചില പരാതികൾ അത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയാണ്, അങ്ങനെ പരാതികളുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഇത്ര ശക്തമായ നിലപാടെടുക്കുന്നത്. അല്ലാതെ ധാർമ്മികത കൊണ്ടൊന്നുമല്ല. ധാർമ്മികത മുൻനിർത്തി അയാളെ മാറ്റി നിർത്തുന്നു. അങ്ങനെ MLA സ്ഥാനം അപ്പോഴേ മാറ്റണം. ധാർമ്മികതയൊന്നുമല്ല. നിങ്ങൾക്കകത്ത് പുറത്തു പറയാൻ പറ്റാത്ത അത്ര പരാതികൾ നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഒരു പ്രശ്നം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അജിംസെ, അങ്ങ് ധാർമ്മികതയല്ല എന്ന് പറയുമ്പോൾ ധാർമ്മികത തന്നെയാണെന്ന് ഈ ഫ്ലോറിൽ ഞാൻ ഊന്നി പറയും. ഈ പറയുന്ന പരാതി താങ്കൾ പറഞ്ഞല്ലോ, കണ്ണൂർ ജില്ലയിൽ CPMന്റെ ഏറ്റവും ഉന്നതനായ നേതാവ്, കർഷക സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്ന CKP പത്മനാഭന്റെ മകളുടെ കാര്യത്തിൽ P ശശിക്കെതിരെ പരാതി പറഞ്ഞപ്പോൾ പരാതിക്കാരനായ CKP പത്മനാഭൻ പുറത്തുപോയി. ആരോപണ വിധേയനായ നേതാവ് ഇന്ന് അധികാരത്തിന്റെ ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയന്ത്രിക്കുന്ന ഈ പറയുന്ന ആളാ. അപ്പോൾ അങ്ങ് ഏകപക്ഷീയമായി അത്തരം തീർപ്പിലെത്തരുത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, രാജി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് MN വിജയൻ പറഞ്ഞെങ്കിൽ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി നടപ്പിലാക്കിയതിലൂടെ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ള രാജി നടപ്പിലാക്കിയതിലൂടെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് ഞങ്ങളുടെ പാർട്ടി തുടക്കം കുറിച്ചു എന്ന് ഈ ഫ്ലോറിലിരുന്ന് ആധികാരികമായി അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ആർക്ക് കഴിയും ഇങ്ങനെയെന്ന് ആവർത്തിച്ച് ഞാൻ ചോദിക്കുകയാണ്. ശരി, ശ്രീ ആർഷോ, ഇവിടെ ഔപചാരികമായ പരാതികളില്ല, FIR ഇല്ല, ആരോപണങ്ങൾ മാത്രമാണ്. പലതും ഗുരുതരമായ പലതും പുറത്തു വരുമ്പോഴും പരാതിക്കാരില്ലാത്ത ഒരു ആക്ഷേപത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. MLA സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യത്തെ ഗൗരവപൂർവ്വം പരിഗണിക്കുന്നുണ്ട് കോൺഗ്രസ്. അവർക്ക് അതിൻ്റെ ഒരു സമയം വേണം, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സമയം വേണം. ആ സമയം കൊടുക്കണ്ടേ? ഇതിനകത്ത് കഴിഞ്ഞ 3 ദിവസമായി ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ ഗൗരവ സ്വഭാവത്തിലുള്ള വിവിധ ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് മാധ്യമങ്ങൾ വഴി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനകത്ത് പുറത്തേക്ക് വരുന്ന ഓരോ വിവരങ്ങളും ഓരോ വാർത്തകളും അതിൻ്റെ തെളിവുകളും ഈ പറഞ്ഞ പോലെ ശബ്ദ സന്ദേശങ്ങളാണെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ടുകളാണെങ്കിലും സ്ക്രീൻ റെക്കോർഡുകളാണെങ്കിലും ഇവയൊക്കെ തന്നെ അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്നതാണ് എന്ന് മാത്രമല്ല, ഇത് മറ്റു പല ഇൻസിഡൻറ്റുകളുമായി താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി, സമീകരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു സന്ദർഭമാണ്, ഒരു അനുഭവമാണ്, ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ദിവസങ്ങളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനകത്തൊരു തർക്കവുമില്ല. സമാനതകളില്ലാത്ത വിധം പരാതികൾ ഇപ്പോൾ ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അജിംസിനും ധാരണയുണ്ടാകില്ല ഇതിനോടകം എത്ര വെളിപ്പെടുത്തലുകൾ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്, എത്ര പരാതികൾ ഉയർന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ വിധത്തിൽ സമാനതകളില്ലാത്ത നിലയിലേക്ക്, മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് സംശയിക്കുന്ന നിലയിലേക്കുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു MLAയുടെ ഇടപെടലിൻ്റെ വിവരങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചു, ഒരു 24 മണിക്കൂറിനകം ഈ ഒരു വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ പുതിയ കേരള രാഷ്ട്രീയ ചരിത്രത്തിന് പുതിയൊരു അനുഭവത്തെ സംഭാവന ചെയ്തു എന്ന നിലയിലേക്ക് നമ്മുടെ മുൻപിൽ വസ്തുത ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ, ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ 2 തവണ ഇദ്ദേഹം മാധ്യമങ്ങൾ ത്രൂ കേരളത്തിലെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്തു. ഒന്ന് ഈ പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും കേരളത്തിലെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന നിലയാണ് ഈ മണിക്കൂറുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം രാജി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ട അനുഭവം നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. തികഞ്ഞ ദാഷ്ട്യത്തോടുകൂടി എങ്ങനെയാണോ പോയ കാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം വെച്ചു പുലർത്തിയ ദാഷ്ട്യം, അതിൻ്റെ എക്സ്ട്രീം ലെവലിലായിരുന്നു അദ്ദേഹം ദാഷ്ട്യത്തോടുകൂടെ മാധ്യമങ്ങളെ കണ്ടത്, കേരളത്തിലെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്തത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, എന്നോട് KPCCയോ AICCയോ എൻ്റെ രാഷ്ട്രീയ നേതൃത്വമോ ഒരാൾ പോലും രാജിവെക്കാനോ ഒരു നിലയ്ക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തോ നിങ്ങൾക്ക് ഔദാര്യം ചെയ്തു തരുന്നു, ഞാനിതാ രാജിവെക്കുകയാണ്,
1:30 സമയമായി, 1:30 നിങ്ങൾ അടയാളപ്പെടുത്തിക്കോ, ദാഠ്യത്തോടെ ധിക്കാരത്തോടെ ഇത് എൻ്റെ ഔദാര്യമാണ് ഈ രാജി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായത്. അതിനുശേഷം നടന്ന ഇന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്ത ഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, പോയ കാലത്ത് അത്രയും കോൺഗ്രസിന് വേണ്ടി പ്രതിരോധത്തിന്റെ കോട്ട കെട്ടിയ ആളാണ് ഞാൻ, അതുകൊണ്ട് എന്നെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നരേഷൻ. രണ്ടാമത്, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് എന്താ? രാഹുൽ ഗാന്ധിയെ പോയ കാലത്ത് ഈ നാടിനകത്ത് വേട്ടയാടിയിട്ടുണ്ട്, വല്ലാതെ രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയതുപോലെ എന്നെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്ന് പങ്കുവെക്കുന്ന നിലയുണ്ടായത്. മറിച്ച് ഈ 3 ഘട്ടത്തിൽ മാസ് കാണിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹം മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരുപാട് ചോദ്യം കേരള പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നില്ലേ? ആ ചോദ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയോ ആ ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയോ ഇദ്ദേഹം തയ്യാറാകുന്ന നിലയുണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് വ്യക്തമാക്കാമായിരുന്നല്ലോ ഈ പുറത്തേക്ക് വന്നിട്ടുള്ള ഫേസ്ബുക്ക് ചാറ്റുകൾ, വാട്സപ്പ് ചാറ്റുകൾ ഇവ അദ്ദേഹത്തിൻ്റെതാണോ? അല്ല എന്ന് അദ്ദേഹത്തിന് നിഷേധിക്കാലോ. അദ്ദേഹത്തിൻ്റെതല്ല എങ്കിൽ ഈ പറഞ്ഞ ടെലഗ്രാമിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് അജിംസ് ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ട്. അതിനകത്ത് എത്രമേൽ ഭീകരമാണത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം നിഷേധിക്കുന്ന നിലയുണ്ടായോ? നിഷേധിക്കുന്ന നിലയുണ്ടായിട്ടില്ല. ഉയർന്നു വന്നു എന്ന് പറയുന്ന AICCക്ക് ലഭ്യമായി എന്ന് പറയുന്ന പരാതികളുണ്ട്. കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കൾ നൽകി എന്ന് പറയപ്പെടുന്ന പരാതികളുണ്ട്. KPCCക്ക് ലഭ്യമായി എന്ന് പറയുന്ന പരാതികളുണ്ട്. ഇത്തരം പരാതികളെ നിഷേധിക്കുന്നതിന് വേണ്ടിയോ ആ പരാതികൾക്കകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആൾ ഞാനല്ല എന്ന് പറയുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായോ? ഇവിടെ പുറത്തേക്ക് വന്ന അദ്ദേഹത്തിൻ്റെത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ കോൾ റെക്കോർഡുകളുണ്ട്. ആ കോൾ റെക്കോർഡുകൾക്കകത്ത് പറയുന്നില്ല എത്രമേൽ ക്രൂരമായിട്ടാണ് ഈ പറഞ്ഞ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കോൾ റെക്കോർഡുകൾ. എനിക്ക് നിങ്ങളെ ഒരു സ്ത്രീയോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് നിങ്ങളെ കൊല്ലാനായിരുന്നെങ്കിൽ ഏത് സമയത്തും ആകാമായിരുന്നു, എനിക്കാകെ 2 സെക്കൻഡ് സമയം പോലും വേണ്ടിവരില്ലായിരുന്നു നിങ്ങളെ കൊലപ്പെടുത്താൻ വേണ്ടി എന്നാണ് കേരളത്തിലെ ഒരു MLA, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒന്നിലെ ജനപ്രതിനിധി പറയുന്നതിന്റെ വോയിസ്, നമ്മുടെ ശബ്ദം, അദ്ദേഹത്തിന്റെ ശബ്ദം ഇവിടെ ആർക്കും പുതുതായി പരിചയപ്പെടുത്തേണ്ടതില്ല. ആ ശബ്ദം നമ്മളൊക്കെ കേട്ടു. അദ്ദേഹം നിഷേധിക്കുന്ന നിലയിൽ ഇതെന്റെ ശബ്ദമല്ല എന്ന് നിഷേധിക്കുന്ന നിലയുണ്ടായോ? ഈ 3-4 ദിവസത്തിനിടയിൽ കേരളത്തിലെ മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ കേരളത്തിലെ പൊതുസമൂഹം ഉൾപ്പെടെ ഇദ്ദേഹത്തിനെതിരെ ഈ അലിഗേഷനുകൾ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ സമയം മതിയായിരുന്നല്ലോ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി. അതിന് അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ അദ്ദേഹം ഇതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഇത് പോയ കാലത്ത് കോൺഗ്രസിന് വേണ്ടി പ്രതിരോധമൊരുക്കിയതിന്റെ പുറത്ത് എന്നെ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നരേഷൻ ഉണ്ടാക്കുകയാണ്. സമാനമായ നിലയിൽ രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം ഉപമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സംഘപരിവാർ ഉൾപ്പെടെ ഈ നാടിനകത്ത് വേട്ടയാടിയതുപോലെ രാഹുൽ മാങ്കൂട്ടം എന്ന എന്നെയും വേട്ടയാടാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു നരേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ നരേഷൻ ബിൽഡ് ചെയ്യുന്ന നിലയിലേക്ക്, ആ നരേഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശം കേരളത്തിലെ കോൺഗ്രസ് ഇദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇപ്പൊ ഇവർ പറയുന്നത് എന്താ? ഇവർ തീരുമാനിച്ചു ഞങ്ങൾക്ക് വേണ്ട, യൂത്ത് കോൺഗ്രസിന് ഇങ്ങനെ ഒരു പ്രസിഡന്റ് വേണ്ട, കോൺഗ്രസിന് ഇങ്ങനെ ഒരാളെ വേണ്ട എന്നവർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി. അതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി നിർത്തിയത്. ഇങ്ങനെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്തൊരു എടുക്കാച്ചരക്കിനെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ചുമന്നുകൊള്ളുക എന്ന അഭിപ്രായമാണല്ലോ ഇപ്പൊ കോൺഗ്രസ് ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയം കൊടുത്തുകൊണ്ട്, ബോധപൂർവ്വ സമയം കൊടുത്തുകൊണ്ട് ഈ വിധത്തിലുള്ള ജനപ്രതിനിധിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ ആവശ്യപ്പെടാൻ കഴിയും? പാർട്ടി നടപടിയുടെ ഭാഗമായിട്ട് മാത്രമല്ലല്ലോ ശ്രീ അജിംസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സമാനതകളില്ലാത്ത അതൊന്ന് പറയാമോ? നമ്മൾ ഒരുപാട് തരം ക്രൈം ജനപ്രതിനിധികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മുകേഷ് MLAക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സമാനതകളില്ലാത്താവുന്നത് എന്തുകൊണ്ടാണ്? അജിംസെ, ഇതിനകത്ത് ഇതിനു മുൻപും ഞാൻ വളരെ ലളിതമായ ഒരു കാര്യം പറയട്ടെ.
ഇതിനു മുൻപും ഇപ്പോൾ അജിംസ് സൂചിപ്പിച്ചതുപോലെ മുകേഷ് എം.എൽ.എയുമായി ബന്ധപ്പെട്ട്, ഇവിടെ വിൻസെന്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഒക്കെ പല അലിഗേഷനും ഉയർന്നു വന്നിട്ടുണ്ട്. പല പരാതികളുണ്ട്. ഇപ്പോൾ വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിലേക്ക് പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അജിംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടു കൂടി കഴിഞ്ഞ 3 ദിവസക്കാലമായി ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട സംവാദവും ചർച്ചയും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്? കേരളത്തിന്റെ പൊതുസമൂഹം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്? ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഈ ചില ആളുകളെടുത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിനൊപ്പാണെന്ന്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസിന്റെ ഒരു വലിയ ശതമാനം നേതാക്കന്മാര് ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് പോകണം എന്നുള്ള നിലപാടിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പൊ സംഘടനാപരമായ നടപടി ഇതിനു മുൻപ് വിൻസെന്റിനെതിരെ നടപടി ഉണ്ടായിട്ടില്ലല്ലോ, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലല്ലോ. സമാനതകളില്ലാത്ത നിലപാട് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അജിംസെ സീരീസ് ഓഫ് ക്രൈംസ് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ വെളിപ്പെടുത്തലല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എത്രമേൽ ഭീകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സമാനതകളില്ലാത്ത ക്രൈമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കോർ കാർഡ് ഉണ്ടാക്കി ചർച്ച അവസാനിപ്പിക്കേണ്ടുന്ന ഒരു വിഷയമായിട്ടേ അല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് അത്രമേൽ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അങ്ങേയറ്റം ഒരു പ്രിഡേറ്ററിന്റെ മനോഭാവത്തോടു കൂടി അദ്ദേഹം ഒരു സൈക്കോപാത്ത് എന്ന നിലയിൽ ഇടപെട്ടു എന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന അജിംസിനും ഈ പറഞ്ഞ ഈ ഉയർന്നു വന്ന അലിഗേഷന്റെ അപ്പുറത്തേക്ക് വിവരങ്ങൾ, അല്ലെങ്കിൽ ഈ പരാതിയുള്ള ആളുകളുടെ വിവരങ്ങൾ അജിംസിന് ബോധ്യം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. എനിക്ക് ബോധ്യമുണ്ട്. ഈ പറഞ്ഞ പോലെ മീഡിയ വണ്ണിലെ വിവിധങ്ങളായിട്ടുള്ള മീഡിയ വണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ബോധ്യമുണ്ട്. ഈ ഘട്ടത്തിലും അതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയോ പരാതിയുമായി മുന്നോട്ട് വരുന്നതിന് വേണ്ടിയോ ഇവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അജിംസ് ഒരു സ്ക്രീൻഷോട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മെൻഷൻ ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ടല്ലോ. ആരെ പോസ്റ്റ് ഇട്ടയാള് കേരളത്തിൽ കോൺഗ്രസിന്റെ സൈബർ വിങ്ങിന് ആകെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ തന്നെ ഒരു വനിതാ നേതാവിനെതിരായിട്ടുള്ള പോസ്റ്റാണ്. അവിടെ അവസാനിക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ ഇന്നലെയും ഇന്നുമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം എന്താണ് എന്നുള്ളത് സോഷ്യൽ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടുമെന്നേ. ഈ നിലയിൽ ഒരു വെട്ടുകിളിക്കൂട്ടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് ഉൾപ്പെടെ അവരെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ള അറ്റാക്കും ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത് സമാനതകൾ ഇല്ലാത്തതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിന്മേൽ അത്രയേറെ കർശനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനൊരു ജനപ്രതിനിധിയെ ഈ നാടിനകത്തെ ജനത ചുമക്കേണ്ടതില്ല എന്ന സ്റ്റാൻഡിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി, മാളവിക, പിന്നെ ഇവിടെ ആർഷോ ചൂണ്ടിക്കാട്ടുന്നത് ഒരു സമാനതകളില്ലാത്ത സംഭവമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമെന്നാണ്. ആ സമാനതകളില്ലാത്താവുന്ന വേറൊരു അർത്ഥത്തിൽ ശരിയാണ്. കാരണം നിരവധി ആക്ഷേപങ്ങളേറെ നിൽക്കുന്നു, സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നിൽക്കുന്നു. പക്ഷേ ആരും തന്നെ ഇയാൾക്കെതിരെ പരാതിപ്പെടുന്നില്ല. ഇയാൾക്കെതിരെ ആദ്യമായി ആക്ഷേപം ഉന്നയിച്ച യുവതി തന്നെയാകട്ടെ അയാൾ എൻ്റെ സുഹൃത്താണ്, അയാൾ സ്വയം നവീകരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇത് MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ മാത്രം ഗൗരവമുള്ള സംഭവമാണെന്ന് കോൺഗ്രസിനകത്ത് അഭിപ്രായമുണ്ട്. പക്ഷേ അങ്ങനെ കോൺഗ്രസിനകത്ത് അഭിപ്രായമുള്ളപ്പോൾ പോലും എന്ത് കാരണത്താൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അനൗപചാരികത ഈ പരാതികളുടെ സ്വഭാവത്തിലുണ്ട്. ഇതിനെങ്ങനെയാണ് കാണേണ്ടത്? ഇല്ല, അനൗപചാരികത എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിനെതിരെയുള്ള ഓരോ ക്ലെയിമും നമ്മൾ നോക്കിയാൽ അതൊട്ടും തന്നെ തുച്ഛീകരിക്കാൻ പറ്റുന്ന ലഘുവായിട്ടുള്ള ക്ലെയിംസ് അല്ല. ഒന്ന്, ഒരു കുട്ടിയെ അബോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. രണ്ടൊരു റേപ്പ് ഫാൻറ്റസി വളരെ പ്രകടമായിട്ട് തന്നെ മുമ്പോട്ട് വെക്കുന്ന ഒരാൾ. 3, സ്വന്തം അധികാര ദുർവിനിയോഗം ചെയ്ത ആളിന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ നിന്ന്, അത് ടെലിഗ്രാം വഴിയാണെങ്കിലും ശരി, ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും ശരി, വാട്സാപ്പ് വഴിയാണെങ്കിലും ശരി, നിരവധി സ്ത്രീകൾക്ക് ലൈംഗിക ചൊവ്വയുള്ളതും ഫ്ലിർട്ടേഷ്യസുമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്ന ഒരു വ്യക്തി, അത് MLA ആയിരിക്കുന്നതിന് മുമ്പും MLA ആയി കഴിഞ്ഞിട്ടും നടക്കുന്നത്. ഇതിനെയൊക്കെ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ അനൗപചാരികമായിട്ടുള്ള ക്ലെയിംസ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്ക് യാതൊരു വില കൊടുക്കാതിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഒരു കേസ് ചാർജ് ഷീറ്റഡ് ആകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരു ധാർമ്മികതയുടെ ഇഷ്യൂ മുമ്പോട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ അത് ചാർജ് ഷീറ്റഡ് ഇതിലൊരു പ്രശ്നം, ഇതിപ്പോ കേരള സമൂഹം രണ്ടായി തിരിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. മാളവിക, നോക്കൂ, കേരള സമൂഹം രണ്ട് അഭിപ്രായത്തിലാണ് ഇക്കാര്യത്തിലുള്ളത്. ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിനെ
വളരെ ചെറിയ വിഷയങ്ങളുടെ പേരിൽ വേട്ടയാടുന്നു എന്ന ഫീൽ കുറേ അധികം ആൾക്കുണ്ട്. അത് കോൺഗ്രസിനകത്ത് തന്നെ രണ്ട് അഭിപ്രായം അങ്ങനെയുണ്ട്. മറുഭാഗത്ത് ഇയാൾ വലിയ ഒരു പ്രഡേറ്ററാണ്, ഒരു കുറ്റക്കാരനാണ് എന്നൊരു നറേഷനുണ്ട്. ഒരു നിമിഷം നോക്കൂ. ഇപ്പോൾ ഇതിൽ മാളവിക തന്നെ സൂചിപ്പിച്ച ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നവർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവർക്ക് ഒരു അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെയല്ല, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ ശബ്ദമാണ് ഈ പുറത്തു വരുന്നത്. അവർ പരാതിപ്പെടുന്നില്ല എന്ന് അവർ സ്വയം തീരുമാനിച്ചാൽ അത് സ്ത്രീ സുരക്ഷയുമായി നമ്മളെങ്ങനെ ബന്ധിപ്പിക്കും? അല്ല, അത് ബന്ധിപ്പിക്കാൻ പറ്റുമല്ലോ. കാരണം പരാതിപ്പെട്ട സ്ത്രീകളുടെ വലിയൊരു പട്ടിക കേരളത്തിലുണ്ടല്ലോ. അത് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിട്ട് പരാതിപ്പെട്ടവരാണെങ്കിലും ജുഡീഷ്യറിയുടെ മുമ്പിൽ പോയി പരാതിപ്പെട്ടവരാണെങ്കിലും എത്ര വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു കൃത്യമായിട്ടുള്ള വിധി എന്തിലെങ്കിലും വന്നിട്ടുണ്ടോ? പോസിറ്റീവായിട്ടുള്ള വന്നിട്ടുണ്ടോ? ഇവിടെ ഈ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ക്ലെവറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സോർട്ടഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഈ സ്ത്രീകൾ ചെയ്തിട്ടുള്ളത്. അത് മീഡിയയ്ക്ക് മുമ്പിൽ പോവുക, സോഷ്യൽ മീഡിയ വഴി ഇതിനെ ഫേസ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള വഴി തന്നെയാണ് അവർ തേടിയിട്ടുള്ളത്. അത് ഏറ്റവും കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ വായിക്കുന്നത്. കാരണം ബാക്കിയുള്ള സംവിധാനങ്ങൾ എടുത്തു നോക്കിയാൽ ആ സംവിധാനങ്ങളിലുള്ള വിശ്വാസം ഇവിടെ കേരളത്തിലെ സ്ത്രീകൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ 2 സൈബർ ബുള്ളിങ് കേസ് കൊടുത്തിട്ടുള്ള ആളാണ്. 2 വർഷമായിട്ട് ഞാൻ എന്നിട്ട് അതിൻ്റെ വിധിക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജുഡീഷ്യറിയുടെ മുമ്പിൽ പോകുന്നയോ പോലീസ് സിസ്റ്റത്തിന് മുമ്പിൽ പോകുന്നതിനേക്കാളും റിഫോർമേഷൻ്റെ പാതയിൽ ഒരാൾ നടക്കണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്നത്. അതിന് പ്രിവിലേജ് എന്നുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു സ്ത്രീയെ ഒരു ഇരയാകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അതിജീവിതയാകുന്നതിൽ നിന്ന് രക്ഷിക്കുന്നില്ലെന്നാണ് നമ്മളെ നിരന്തരമായിട്ട് കാണിച്ചു കൊണ്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു സിനിമാ നടിയായിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ തന്നെ വലിയൊരു അതിക്രമം വന്നിട്ട് പോലും ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ആയതുകൊണ്ട് അവർ FIR കൊടുക്കാത്തത് അല്ലെങ്കിൽ അവരൊരു പരാതി കൊടുക്കാത്തതിന് അവരെ കുറ്റക്കാരികളായിട്ട് നിർത്തുന്നതിനോട് തികച്ചും വിയോജിപ്പാണ്. അത് ഇവിടെയുള്ള പേട്രിയാർക്കൽ സമൂഹം മുമ്പോട്ട് വെക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡിനെ തുച്ഛീകരിക്കാൻ മാത്രമല്ല, അവരുടെ സ്റ്റാൻഡിനെ ഇൻവാലിഡേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തന്ത്രമായിട്ട് മാത്രമേ നമുക്കതിനെ വായിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ തന്നെ മൾട്ടിപ്പിൾ സ്ത്രീകളുണ്ടല്ലോ. ആ മൾട്ടിപ്പിൾ സ്ത്രീകളിൽ ഒരു സ്ത്രീ മാത്രമാണ് റിഫോർം നവീകരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഫ്രണ്ടാണ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ത്രീകളെ ഫ്രണ്ടാണ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒഫൻഡറാണ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയുന്നത്. ഇപ്പോൾ സിയോമോട്ടോ കേസ് എടുത്തിട്ടുണ്ടല്ലോ. ബാലാവകാശ കമ്മീഷനും സ്ത്രീ കമ്മീഷനും ഇവിടെ വിമൻസ് കമ്മീഷനും സിയോമോട്ടോ പരാതി സ്വീകരിച്ചിട്ടുണ്ടെന്നാണല്ലോ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒട്ടും പരാതി ഇല്ലാത്തൊരു സിറ്റുവേഷനിലല്ല നമ്മൾ വന്ന് നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു റേപ്പ് ഫാൻറ്റസി എക്സ്പ്രസ് ചെയ്യുന്ന അതിൻ്റെ ഒരു അലിഗേഷൻ വന്ന ഒരാളെ MLA ആയിട്ട്, അത് ഞാൻ വായിച്ചിട്ടുള്ള മിക്ക ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വലിയ ജനരോക്ഷം ഇതിനെതിരെ. ഈ ഒരു സമയം കൊടുക്കുന്നതുണ്ടല്ലോ, നിങ്ങൾ ഈ ടൈറ്റിൽ ഇട്ടിരിക്കുന്ന പോലെ എന്തിനാണ് ഈ അമാന്തം എന്ന് പറയുന്ന പോലെ ഈ സമയം കൊടുക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന ഈ 5-6 ഇനിയും അലിഗേഷൻസ് മേ ബി വരുമായിരിക്കും. ആ 5-6 അലിഗേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു അലിഗേഷനിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഡിസ്ക്രിപ്പൻസി വരും. ആ ഒരു ചെറിയ ഡിസ്ക്രിപ്പൻസി വന്നു കഴിഞ്ഞ് അത് ഫോൾസ് ആണെന്ന് കോട്ട് തെളിയിക്കുകയും എന്നിട്ട് ഇത് മുഴുവൻ കള്ളമാണെന്ന് പറയുന്ന രീതിയിലേക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു എസ്കേപ്പ് റൂട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇട്ട് കൊടുത്തിരിക്കുന്നതെന്നും കൂടെ പറയാതിരിക്കാൻ വയ്യ. ശരി, രാഹുൽ ഈശ്വർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കാറുണ്ട്. അത് രാഹുലിൻ്റെ മാത്രം അഭിപ്രായമല്ല, കോൺഗ്രസിനകത്ത് തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ സൈബർ ലോകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫേസ്ബുക്കിലൊക്കെ ചേരിതിരിഞ്ഞ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് കോൺഗ്രസ്സുകാർ തന്നെ. കുറേ അധികം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നു. വളരെ അധികം പേർ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വേണം, ഉടൻ വേണം എന്ന് ആക്ഷേപിക്കുന്നു. ഇവിടെ പുറത്തു വന്ന വിവരങ്ങൾ അത് ലീഗലായ വിവരങ്ങളല്ല, ഒരുതരം എന്താണ് പറയുക, വെളിപ്പെടുത്തലുകളാണ്. ആ വെളിപ്പെടുത്തലുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു ജനപ്രതിനിധിയായ ആളിൽ നിന്ന് പൊതുസമൂഹം, പ്രത്യേകിച്ച് കേരള സമൂഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പെരുമാറ്റങ്ങളാണ്. രാജി വേണമെന്ന് കോൺഗ്രസിലെ ബഹുഭൂരിഭാഗം ആളുകൾ, നേതൃത്വം തന്നെ പറയുന്നു ഉടൻ നടപടി ഉണ്ടാവും, ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ ഘട്ടത്തിലും രാഹുലിനെ ആരോ വേട്ടയാടുകയാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഉതകുന്ന എന്ത് ന്യായീകരണമാണുള്ളത്?
അജിംസ് 2.5 മിനിറ്റ് എനിക്ക് ആ 2.5 മിനിറ്റ് തരണം. ഒന്നാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചടിയിൽ അവന്തിക താഴെ വീണത് മാളവിക ബെന്നി മാഡം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അതായത് ഓഗസ്റ്റ് 1 8:24 സമയത്ത് ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ച് നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ചില മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെന്നും ഞാൻ അവരോട് റെക്കോർഡ് ചെയ്ത സന്ദേശം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരികയാണെന്നും പറയുകയും ആ റെക്കോർഡ് ചെയ്ത സന്ദേശത്തിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്താണ്, എന്നോട് ഇന്നേ വരെ മോശമായി സംസാരിച്ചിട്ടില്ല എന്ന് അവന്തിക തന്നെ പറയുന്നുണ്ട്. അപ്പോഴും റേപ്പ് ഫാന്റസിയുടെ കാര്യം ഉയർത്താൻ മാളവിക ബെന്നി മാഡത്തിന് അപാരമായൊരു തൊലിക്കെട്ട് തന്നെ വേണം. അപ്പോൾ ഒന്നാമത്തെ കള്ളം പൊളിഞ്ഞു. മാളവിക ബെന്നി തന്നെ അവന്തിക തന്നെ അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് ഈ പറഞ്ഞ കാര്യം കള്ളമാണെന്ന് തെളിഞ്ഞ കാര്യത്തിൽ ഇനി ആർക്ക് സംശയമില്ലല്ലോ. ഇതേപോലെ 2, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, ആദ്യം ഒരു ആരോപണം വരുന്നു, അത് പരാതിയാവുന്നു, പരാതി അന്വേഷിച്ച് കോടതിയിൽ പോകുന്നു, കോടതിയുടെ വിധി വരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ട, വെറുതെ ആരോപണം ഉന്നയിച്ചാൽ ഒരാൾ രാജിവെക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം, അത് പറയുമ്പോഴേ പൂർത്തിയാകുള്ളൂ. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സൗഹൃദവും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വറായ എന്നെ ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമെന്നും അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസണും രാഹുൽ ഈശ്വർ കേരളത്തിൽ സ്ലോ പോയിസൺ എന്നും വിളിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. നമ്മുടെ പുരുഷ കമ്മീഷന് വേണ്ടി ഞങ്ങൾ നീക്കം നടത്തിയപ്പോൾ നമ്മുടെ നിയമസഭയിൽ CPM-ലെ ഷംസീർ സാർ വരെ സ്പീക്കർ അനുമതി തന്നു അത് അവതരിപ്പിക്കാൻ എൽദോസിന്. അപ്പോൾ VD സതീശൻ ജിയാണ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം വിളിച്ചത് വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ എന്നിട്ട് ഷാഫി പറമ്പിലിനെയും കുഞ്ഞാലിക്കുട്ടി സാറിനെയൊക്കെ വിളിച്ചിരുന്നു. ഷാഫി പറമ്പിലിനോട് ഇടപെട്ട് അങ്ങനെ പുരുഷ കമ്മീഷൻ വേണ്ടെന്ന് പറഞ്ഞാലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് കുറച്ച് ദേഷ്യമുള്ള ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ നമ്മളൊരു മിനിമം മര്യാദ കാണിക്കണം, സത്യസന്ധതയുടെ ഒരു കണികയെങ്കിലും കാണിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിയില്ല, മാധ്യമങ്ങൾ കാണിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയാണ്, ആ പാർട്ടിയുടെ തീരുമാനമാണ്. ആ പാർട്ടി അങ്ങനെ തീരുമാനിക്കാൻ രാഹുൽ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉള്ളതല്ലാത്ത ചില കാര്യങ്ങൾ കൂടി പാർട്ടിയുടെ ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ടാണ്. അല്ല, ഒരു സെക്കൻഡ് സാർ. അല്ല, കോൺഗ്രസ്സുകാരെ എനിക്ക് ബഹുമാനമാണ്. അനൂപ്ജിയെ പോലെ ഞാൻ ആദരിക്കുന്ന ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. CPM-കാരുടെ ഇടയിൽ ഒരാൾക്കെതിരെ ആരോപണം വന്നാൽ CPM ആദ്യം പ്രതിരോധിക്കും, പിന്നീട് അന്വേഷിക്കും. BJP-കാർക്കെതിരെ ഒരു ആരോപണം വന്നാൽ ആദ്യം അവർ പ്രതിരോധിക്കും, പിന്നീട് അന്വേഷിക്കും. കോൺഗ്രസ്സുകാർക്കെതിരെ ആരോപണം വന്നാൽ അവർ ആദ്യം അവനെ പിടിച്ച് തെള്ളിയിട്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കും, പിന്നീട് അന്വേഷിക്കും. അതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ കാര്യം ആ കാര്യത്തിലൊന്നും പറയേണ്ട. ശശി തരൂർ സ്വന്തം ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് അർണബ് ഗോസ്വാമി ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഞാൻ മാത്രമായിരുന്നു അതിനെ എതിർക്കാനുണ്ടായിരുന്നത്. ഞാൻ 2-3 കോൺഗ്രസ്സുകാരെ വിളിച്ച് നിങ്ങൾക്ക് പോകാമോ, എനിക്ക് ചാനൽ ചർച്ചയ്ക്ക് സമയമില്ല, എല്ലായിടത്തും കൂടെ പോകാനെന്ന് പറഞ്ഞോ. വേണ്ട, അയാൾ വീഴുകയാണെങ്കിൽ നമ്മൾ കയറി ഇടപെടണ്ടല്ലോ എന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് അത് പോട്ടെ, അത് മറ്റൊരു കോൺഗ്രസിന്റെ സീരിയസ് ആയ വലിയ പ്രശ്നങ്ങളുണ്ട്, അത് മറ്റൊരു വിഷയമാണ്, അത് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്താ തെളിവ് എന്താ ഉള്ളത് സാർ? ഇനി 2, ആ പെൺകുട്ടി വിളിക്കുമ്പോൾ പെൺകുട്ടിയുടെ കൂടെ മറ്റൊരു പെൺകുട്ടി കൂടെ ഉണ്ട്, പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വിഷയങ്ങൾ നമ്മൾ നോക്കണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിനെ പരാതി വരട്ടെ, പരാതിയിൽ പോലീസ് അന്വേഷിക്കട്ടെ. ഇപ്പം ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ പോലീസാണ് ഇരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു ഫേവറും കാണില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ച് ധാർഷ്ട്യമുണ്ട്. അത് പത്മജാജിയുടെ കാര്യത്തിലാണെങ്കിലും സഖാവ് പിണറായി വിജയൻ സാറിനെ ആണെങ്കിലും മോശം പറഞ്ഞിട്ടുള്ള ആളാണ്. ഒരു കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സൗജന്യവും കിട്ടില്ല. അന്വേഷണം നടക്കട്ടെ, കോടതി കേസ് വരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ രാജിവെക്കുന്നേ? മുകേഷ് ഏട്ടൻ നിരപരാധിയാണെന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും നിരപരാധിയാണ്. ശ്രീ സുരേഷ് ഗോപിക്കെതിരെ വ്യാജ കേസ് കൊടുത്തതുപോലെ ഇതൊരു വ്യാജ കേസാണ്. ആണിനെ കൊടുക്കാനുള്ള ഈസി കേസാണ്. രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഒരു നിമിഷം രാഹുൽ ഇങ്ങനെ പറഞ്ഞ പോലെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ചില പരാതികൾ അതിന് നേതൃത്വത്തിന് കിട്ടുമ്പോൾ അത് പോലീസിന് കൈമാറണോ അതല്ല പാർട്ടിക്കകത്ത് തീരുമാനിക്കണോ എന്നുള്ള തർക്കമൊക്കെ വേറെയുണ്ട്. ഇത് പാർട്ടിക്കകത്ത് തന്നെ ലഭിച്ചിട്ടുള്ള ചില പരാതികളുണ്ട്, അത് ആ നേതൃത്വത്തിന്റെ മുന്നിലുണ്ട്. അവർ ആ നടപടിയെടുക്കാൻ നിർബന്ധിതരാകും വിധം ഗൗരവമുള്ള പരാതികളാണത്. അത് ചിലപ്പോൾ അവർ പോലീസിന് കൈമാറുകയോ കേസെടുക്കുകയോ ചെയ്യില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവർ കൊടുത്തിട്ടുള്ള MLA സ്ഥാനത്ത് നിന്ന് ഇറങ്ങി നിൽക്കാൻ പറയുക, അത് അവർ ചെയ്യും. അപ്പോൾ ഇതെല്ലാം പോലീസ് കേസാവണം എന്ന വാശി പാടില്ല, പ്രത്യേകിച്ചും ഈ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ. അല്ല ശ്രീ അജിംസെ, എന്ന് തൊട്ടാണ് നമ്മുടെ നാട്ടിൽ പാർട്ടിക്കാർ പോലീസുകാരും കോടതിയും ആയത്? CPM-കാർ പണ്ട് മുതലേ അങ്ങനെ പറയാറുണ്ട്. അതായത് ഒരു സ്ത്രീക്കെതിരെ ഔട്ട്റേജിങ് ഹർ മോഡസ്റ്റി വന്നാൽ അത് പാർട്ടി തലത്തിൽ പരിഹരിച്ചാൽ മതിയെങ്കിൽ ഈ നാട്ടിൽ പോലീസും കോടതിയും ഒക്കെ എന്തിനാ? ഇനി ഇനി സത്യസന്ധമായിട്ടൊരു കാര്യം കൂടെ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പലരോടും വ്യാപകമായി പഞ്ചാര അടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വ്യാപകമായി വിമർശനമുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. ചെയ്യേണ്ടത് ഷാഫി പറമ്പിൽ ഒരു ചേട്ടനെ പോലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെവിക്ക് പിടിച്ച് 2 കിഴുക്ക് കൊടുത്ത് മേലാ നിന്റെ സ്വഭാവം ആവരുത്, ആദ്യത്തെ പരാതിക്കാരി പറഞ്ഞ പോലെ നീ സ്വയം നവീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ നന്നാക്കുന്ന വിരോധവുമില്ല. പക്ഷേ ഒരു ക്രിമിനൽ കേസോ കോടതി പരാമർശമോ ഇല്ലാതെ ഒരാൾ എന്തിനാ രാജിവെക്കുന്നത്? യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഒരു മൊമെന്റം ബിൽഡ് ചെയ്യാണ്. കോൺഗ്രസിലെ കുറച്ചുകൂടെ പച്ചയ്ക്കാൻ പറഞ്ഞോട്ടെ, കോൺഗ്രസിലെ ഹിന്ദു നായന്മാർ കൂടെ ഉള്ള ഒരു ഹിന്ദു നായരെ വലിച്ചിടാൻ നോക്കുകയാണ്. വേറൊന്നുമില്ല, കാര്യം അവർ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പുരോഗമനത്തിന്റെ മുഖം കിട്ടും, ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് കിട്ടും. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി അത് പരിഹരിക്കുക, യാതൊരു സംശയവുമില്ല. പക്ഷേ രാഹുൽ
മാങ്കൂട്ടത്തിനെതിരെ കോടതി പരാതിയില്ല, പോലീസിൽ കേസില്ല, കോടതിയുടെ വിധിയില്ല. ഇങ്ങനൊരു അവസരത്തിൽ 35 വയസ്സ് മാത്രം പ്രായമുള്ള ഏറ്റവും പ്രതിഭയുള്ള ഒരു ചെറുപ്പക്കാരുടെ കരിയറും ജീവിതവും അവസാനിപ്പിക്കണമെന്നാണോ പറയണേ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് ചോദിച്ചു, താങ്കൾ MLA സ്ഥാനം രാജിവെച്ചാൽ താങ്കളുടെ ജീവിതം തീർന്നു, താങ്കളുടെ കരിയർ തീർന്നു എന്ന്. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കരുത്. പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പൊതുജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്യണം. കാര്യം നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഞാൻ ഈ പറയുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, പറഞ്ഞു പോയ പ്രശ്നമുണ്ട്. അതായത് സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുന്ന ചെറിയ കോഴിത്തരം കാണിക്കുന്ന ഒരാൾ മാത്രമാണ്. ചെറിയ കോഴിത്തരം കാണിക്കുന്ന ഒരാൾ മാത്രമാണ്. ഒരു ചെവിക്ക് കിഴക്കുകൊണ്ട് തിരുത്താവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന അത്ര ലഘൂകരിക്കാവുന്നതാണ്. റിഡക്ഷനിസ്റ്റ് സ്വഭാവമല്ലേ അത്? അങ്ങനെയാണോ പുറത്തുവന്ന വിവരങ്ങൾ? അല്ല, ഒരു വരി ഇതുവരെ വന്നതിൽ എന്ത് പരാതിയാണ് വന്നത്? നമ്മളെല്ലാവരും അത് കണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാര അടിച്ചു എന്നുള്ളതാണ് ഇതുവരെ വെളിയിൽ വന്നിട്ടുള്ള വസ്തുതകൾ. അതിനപ്പുറം ഒരു വസ്തുത വന്നിട്ടില്ല. ആ പെൺകുട്ടിക്ക് ടെലിഗ്രാമിൽ 4 വർഷം മുമ്പ് അയച്ച മെസ്സേജ് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്ന കേട്ടാൽ, ഈ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്ന പെൺകുട്ടിയോട് സംസാരിക്കുന്ന കേട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണോ പ്രഗ്നന്റ് എന്ന് തോന്നും. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ടെൻഷൻ അടിക്കുന്നത്. ആ പെൺകുട്ടി അപ്പുറത്ത് ഉറച്ച ശബ്ദത്തോടെ പല കാര്യങ്ങളും രാഹുലിന്റെ വായിൽ നിന്ന് വീഴിക്കാൻ പറയാണ്. ഇനി ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഹുൽ ഈശ്വറിന് വേണ്ടിയല്ല, അജിംസിനും അനൂപിനും ആർഷയ്ക്കും കൂടെ വേണ്ടിയാണ്. കാര്യം നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഒരു വ്യാജ പരാതി വന്നാൽ നമ്മുടെ കരിയറും ജീവിതവും ശമ്പളവും എല്ലാം അവസാനിക്കും. കാര്യം നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി മറഞ്ഞു നിന്ന് ഇതേപോലൊരു സാധനം എനിക്കെതിരെ പറഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനിക്കും, നമ്മുടെ കരിയർ അവസാനിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തെളിവ് ചോദിക്കുക. ഇനി മാളവിക മാഡത്തോടാണ്, തെളിവ് ചോദിക്കുക എന്നുള്ളത് സ്ത്രീവിരുദ്ധമല്ല മാഡം. തെളിവ് ചോദിക്കുക, കോടതിയിൽ പോവുക, കോടതി വിധിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജുഡീഷ്യൽ ലീഗൽ പ്രോസസ്. അതുകൊണ്ട് തെളിവ് ചോദിക്കുന്ന സ്ത്രീവിരുദ്ധമാണെന്ന് ആരും പറയരുത്. അതാണ് കോടതി പോകണ്ടേ മാഡം? സ്ത്രീവിരുദ്ധം തന്നെയാണ്. താങ്കൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സ്ത്രീവിരുദ്ധം തന്നെയാണ്. കേരളത്തിലെ പുരുഷന്മാർ ഒരു എല്ലാ സ്ത്രീകളെയും സംശയമോനയിൽ നിർത്തുന്ന എല്ലാ സ്ത്രീകൾക്കും എതിരെ ഈ അലിഗേഷൻ പറയുന്നത് അബ്സല്യൂട്ട്ലി സ്ത്രീവിരുദ്ധമാണ്. ശരിക്കും വിമൻസ് കമ്മീഷൻ ഇതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടതാണ്. മാഡം നട്ടലിനുറപ്പണമെങ്കിൽ കേസെടുക്കട്ടെ. രാഹുൽ ഈശ്വർ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. നട്ടലിനുറപ്പണമെങ്കിൽ കേസെടുക്കട്ടെ. രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ ഞാൻ ഒന്നുകൂടെ പറയാം. കുറച്ചു മുമ്പേ പറഞ്ഞ ഈ അവന്തികയുടെ റെസ്പോൺസ് നിങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവന്തികയുടെ റെസ്പോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി വളരെ ക്ലിയർ ആയിട്ട് അവന്തിക, ഞാൻ തിരിച്ചു പറഞ്ഞോട്ടെ, എന്നോട് തന്നെയാണല്ലോ ചോദിച്ചത്. അവന്തിക വളരെ ക്ലിയർ ആയിട്ട് അവന്തികക്ക് പേടിയുണ്ടായിരുന്ന ഒരു സമയത്താണെന്നും അവന്തിക ഈ ഒരു റെവലേഷൻ മേക്ക് ചെയ്യാൻ, ഈ ഒരു വെളിപ്പെടുത്തൽ പുറത്തുവിടാൻ റെഡി ആയിട്ടില്ലാതിരുന്നൊരു സമയത്താണ് ആ കോൺവെർസേഷൻ നടന്നതെന്ന് അവന്തിക വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. കാരണം ഒരു പവർ പൊസിഷനിൽ, ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ മേക്ക് ചെയ്യാൻ വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. അവരത് കൃത്യമായിട്ട് അതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞു, റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ആ റെസ്പോൺസ് കേൾക്കാതെ നമ്മുടെ സുഹൃത്തായ ഒരാൾ, ഒരു നിമിഷം രാഹുൽ, നമ്മുടെ സുഹൃത്തായ ഒരാൾ ഒരു ക്രൈം ചെയ്യുന്നു. ആ ക്രൈം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒഫൻസ് നടത്തുമ്പോൾ, ഒരു നിമിഷം രാഹുൽ, ഒരാൾ ഒരു കുറ്റം ചെയ്യുന്നു, അയാൾക്കെതിരെ നമുക്ക് പരാതിപ്പെടാനുള്ള മാനസികമായ ശക്തിയില്ല. അതേസമയം മറ്റ് പലരും പരാതിപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യത്തിൽ ഒരു കാര്യം വിളിച്ചു പറയണം. അതിന് മുമ്പ് അയാളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു, അയാൾ സംസാരിച്ചിരുന്നു എന്നുള്ളത് ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ അതിന്റെ ഓഥന്റിസിറ്റി ചോദിക്കാനുള്ള ഉദാഹരണമാവുന്നത് എങ്ങനെയാണ് രാഹുൽ? ശ്രീ അജിംസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിച്ചതല്ല. ഓഗസ്റ്റ് 1, 8:24 അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ച് അവന്തിക സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് ചേട്ടാ നിങ്ങളെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് പിന്നെ എന്തിന്റെ തെളിവാണ്? ഇനി 2, മാളവിക മാഡത്തോട് ബഹുമാനത്തോട് പറയാം, മാഡം എനിക്കെതിരെ പരാതി കൊടുക്കണം. ആരാണെങ്കിൽ എനിക്കെതിരെ പരാതി കൊടുക്കുന്ന അറിയട്ടെ. ആണുങ്ങളെ മുഴുവൻ അങ്ങനെ പരാതി കൊടുത്ത് പേടിപ്പിക്കാന്നൊന്നും കരുതണ്ട. 2, എല്ലാ സ്ത്രീകൾക്കെതിരെ ആരും പറഞ്ഞില്ല. വ്യാജ പരാതി കൊടുക്കുന്നവരെ വ്യാജ പരാതിക്കാരെന്ന് തന്നെ വിളിക്കും. ഞങ്ങൾ ആണുങ്ങൾക്ക് നാട്ടിൽ ജീവിക്കണം. നിരന്തരമായിട്ട് പീഡകന്മാരായിട്ടുള്ള ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാത്തതിന്റെ ഒരു പ്രശ്നം സമൂഹത്തിൽ 2 അഭിപ്രായം ഉണ്ടാവുന്നു. രാഹുൽ ഈശ്വർ പറയുന്ന പോലുള്ള ചോദ്യങ്ങൾ, എന്തുകൊണ്ട് പരാതി ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഇനി കൂടുതലൊരു പരാതി വരട്ടെ, അല്ലെങ്കിൽ കുറെ കൂടി ഒരു പോലീസ് കേസാവട്ടെ, എന്നിട്ട് രാജി ആവശ്യപ്പെടാം എന്നൊരു തോന്നൽ കോൺഗ്രസിനുണ്ടോ? അതുപോലെ ഈ വൈകൽ കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം കോൺഗ്രസിനകത്ത് തന്നെയാണ്. ഇപ്പോൾ അല്പം മുമ്പ് ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പോസ്റ്റിനടിയിൽ പോയി നീ പോടാ ഡാഷ് തെറി വിളിക്കുകയാണ്. കോൺഗ്രസ്സുകാർ തന്നെ.
അമ്മാതിരി കയോസാണ് ഈ ഒരു അമാന്തം കൊണ്ടുണ്ടാവുന്നത് അനൂപ്. ഒരിക്കലുമല്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. പിന്നെ നിയമപരമായി നോക്കുമ്പോൾ ആഡ് എ അൾട്രം ഹിയർ ദ അതർ സൈഡ്. ഒരു കുറ്റാരോപിതന് പോലും അയാളുടെ ഭാഗം പറയാനുള്ള സാവകാശം നിയമത്തിൽ കൊടുക്കുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ചടുലമായ ഒരു സംഘടനാ നടപടി എടുത്തു കഴിഞ്ഞു. പിന്നെ കോൺഗ്രസ് ഈ പറയുന്ന തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ളത് വിശദീകരിക്കാനുള്ളത് കേൾക്കും. പക്ഷേ കോൺഗ്രസ് കേൾക്കുന്നത്, ഞാൻ അടിവരയിട്ട് ആവർത്തിച്ചു പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിന് മാത്രമല്ല, പരാതിക്കാരിയായ സ്ത്രീകളെ മാത്രമല്ല, പാർട്ടിക്കകത്തെ സ്ത്രീ നേതാക്കന്മാരെ കൂടിയാണ്. പാർട്ടിയിലെ നേതൃപദവിയിലിരിക്കുന്ന സ്ത്രീകൾ പോലും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെ, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരെയും പേടിക്കാതെ അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ആ അഭിപ്രായങ്ങളെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ട് പാർട്ടിക്കകത്ത് സ്ത്രീകളുടെ കൂടി അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്ത്, പാർട്ടിക്ക് പുറത്തുള്ള ചില അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്ത് കൃത്യമായൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തും. അത് ഏറ്റവും ഉചിതമായിരിക്കുമെന്ന് ഈ ഫ്ലോറിലിരുന്ന് അജിംസിന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇവിടെ ആർഷോ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയുടെ കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രാഹുൽ ആക്രമിക്കപ്പെടുന്നു എന്ന അഭിപ്രായം ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് എന്താ? കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്താ? കോൺഗ്രസ് അദ്ദേഹത്തെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹം മുൻകാലങ്ങളിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, പിണറായി വിജയൻ്റെ പോലീസ് അതിരാവിലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ റോഡുകളിൽ അദ്ദേഹത്തെ കൊണ്ടുപോയ പോലീസ് വാഹനത്തിന് മുന്നിൽ ചാടി വീണ് പ്രതിരോധം തീർത്ത ആളുകളാണെന്ന് ഞങ്ങൾ. പക്ഷേ ഈ പറയുന്ന ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ ഈ പറയുന്ന സ്ത്രീകൾ അവർ പോകുന്ന റോഡിൽ അവരുടെ വഴിമുടക്കുകയല്ല ഞങ്ങളുടെ സമീപനം. തീർച്ചയായും ഞങ്ങളൊരു നിലപാടുണ്ട്. രാഹുൽ പറയുന്നത് കേൾക്കും. പക്ഷേ രാഹുൽ പറയുന്നത് മാത്രമായിരിക്കില്ല കേൾക്കുക. ഇക്കാര്യത്തിൽ മുൻവിധികളില്ല. ഏറ്റവും ഉചിതമായ തീരുമാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് ഞാൻ തുടക്കം കുറിച്ചു. ഞാൻ നമ്മുടെ രാഹുൽ ഈശ്വറിനോട് കൂടി പ്രതികരിക്കേണ്ടതുണ്ട്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് അദ്ദേഹം ഇതുപോലെ നമ്മളൊക്കെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ? കോൺഗ്രസിലെ ചില ഹിന്ദു നായർ നേതാക്കന്മാർ മറ്റൊരു നായരായ രാഹുലിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബാലിശമാണെന്നേ. ഇപ്പോൾ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ പറയുന്നുണ്ട്, ഇതൊരു നായർ ക്രിസ്ത്യാനിയെ തല്ലിയതായി കാണണ്ട, ഒരു സുഹൃത്തിനെ തല്ലിയതായി കണ്ടാൽ മതി. അതുപോലെ ഈ വിഷയത്തെ അങ്ങനെ സമീപിക്കേണ്ട കാര്യമില്ല എന്നേ. പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ അതൊരു നായർ ഒരു കാസ്റ്റ് ഇഷ്യൂ, നായർ നേതാക്കന്മാർ തമ്മിലുള്ള വിഷയം അല്ല. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനോ ബിന്ദു കൃഷ്ണയോ ഈ പറയുന്ന ആരും നായന്മാരല്ലോ. അത് ഒരു ജെൻഡറുമായി റിലേറ്റ് ചെയ്തൊരു വിഷയമാണ്. ഇവിടെ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സമീപനമുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്കൊണ്ട് ജെൻഡർ സെൻസിറ്റീവായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് പ്രതികരിക്കേണ്ടി വരും. അതിന് ഈ രീതിയിൽ അങ്ങ് കാണരുത് എന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി രാഹുൽ ഈശ്വറിനോട് പറയുകയാണ്. ഇത് വളരെ കൃത്യമായി ഒരു ജെൻഡർ സെൻസിറ്റീവായ വിഷയത്തിൽ ഒരു പുതിയ കാലത്തെ രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതിനകത്ത് മാതൃകാപരമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ ഇതിനകത്ത് മുഖം നോക്കിയിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രോമിസിംഗ് ആയ നേതാവായി ഇവിടെ പ്രവർത്തിച്ചു ഒരാളല്ലേ. പക്ഷേ അയാൾക്കെതിരെ ആരോപണം വരുന്ന സമയത്ത് അതിൻ്റെ വരുംവരായകൾ നോക്കാതെ വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കല്ലേ. ഇപ്പോൾ നാളെ ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നാളെ ഇതിനകത്തൊരു നടപടി സ്വീകരിച്ചാൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നൈതികമായിരിക്കണം. ഗാന്ധിജിയുടെ ആശയ പരിസരത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ഈ നൈതികതയില്ലാത്ത രാഷ്ട്രീയവും പ്രണയമില്ലാത്ത കാമവും ജീവിതത്തിൽ ഏറ്റവും നിഷിദ്ധങ്ങളായ പാപമാണെന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി. ഞങ്ങളുടെ രാഷ്ട്രീയം ഇത് നിയമപരമായൊരു വ്യവഹാരമേ അല്ലാന്നേ. നിയമപരമായി വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കേസെടുത്തിട്ടില്ല, FIR ഇട്ടിട്ടില്ല. ഇവിടെ മുകേഷ് MLA കാര്യത്തിലൊക്കെ നിയമപരമായി വന്നിട്ട് പോലും പ്രതിരോധിച്ചു നിന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുൻകാല കീഴ്വഴക്കങ്ങൾ നോക്കുന്നേയില്ല. ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം, പുതിയമായ ഒരു രാഷ്ട്രീയ രീതി, ഒരു രാഷ്ട്രീയ ശൈലി, ഇത്തരം കാര്യങ്ങളിൽ മുഖം നോക്കാതെ ഏത് ഉന്നതനായ നേതാവായാലും അതിനെ ആ അർത്ഥത്തിൽ എടുക്കണം, അർഹിക്കുന്ന ഗൗരവത്തിൽ എടുക്കുകയാണെന്ന്. ഇപ്പോൾ ആർഷു പറയുന്നുണ്ട് വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നതെന്ന്. ഞങ്ങൾ ഒട്ടും ഇതിൻ്റെ ഗൗരവം കുറച്ച് കാണുന്നില്ല ആർഷോ. ഇപ്പോൾ ഞാൻ തന്നെ ഈ വിഷയത്തിൽ 4-ാം ദിവസമാണ് തുടർച്ചയായിട്ട് ചർച്ചയിൽ വരുന്നത്. ഈ വരുന്ന ഒരു ആരോപണവും ഞങ്ങൾ മുൻകാല പ്രാബല്യത്തോട് നിഷേധിക്കുകയോ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആളുകളെ അപഹസിക്കുകയോ ചെയ്യുന്നില്ല. ഈ സൈബർ സ്പേസിൽ എന്ന് പറയുന്ന ഒരു മോബ് ലിഞ്ചിങ്ങിൻ്റെ സ്വഭാവം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പല രാഷ്ട്രീയ പരിസരത്തു നിന്നുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? അല്ല. ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി
ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കുകയും ഇതിനെ അഡ്രസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ അവസാന മണിക്കൂറിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും വളരെ നേതൃതലത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ കൃത്യമായ രാഷ്ട്രീയത്തിലെ സത്യസന്ധതയും നൈതികതയും ഉയർത്തിപ്പിടിക്കുന്ന ധീരമായ ഒരു മാധ്യമ പ്രതിനിധി പാലക്കാട് അടുത്ത ഏപ്രിലിന് മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുമോ എന്ന ആശങ്ക നിങ്ങൾക്കുണ്ടോ? ഒരു ഹൈപ്പോത്തറ്റിക്കലായ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കോൺഗ്രസ് ഈ എടുക്കുന്ന നിലപാടൊക്കെ പൊതുജനങ്ങൾ കാണുന്നുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് നിലപാട് കാണുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ അതിൻ്റെയൊക്കെ വിലയിരുത്തലുണ്ടാകുന്നത് ഞങ്ങൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പേടിയില്ല. ഞങ്ങൾ ആത്യന്തികമായി രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, നമ്മൾ ജനങ്ങളെയല്ല അഭിമുഖീകരിക്കേണ്ടത്. ജനങ്ങളുടെ മുൻപിൽ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയും, ജനങ്ങൾ ഞങ്ങളുടെ നിലപാട് അംഗീകരിക്കും. ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പേടിച്ചോടാൻ കഴിയില്ലല്ലോ. ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് നാളെയും ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ആളുകളാണ്. ഞങ്ങളിപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. നാളെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് നിലപാടെടുക്കാൻ സാധിക്കില്ല. പക്ഷേ ജനങ്ങൾ ആ നിലപാട് വളരെ ധീരമായി എടുക്കുമ്പോൾ ആ നിലപാടിന് കൂടിയുള്ള അംഗീകാരം ഞങ്ങൾക്കുണ്ടാകും. അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെ പേരിൽ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, വളരെ തുടക്കം മുതലേ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് പറഞ്ഞത് M.N. വിജയൻ മാഷ. പക്ഷേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിയിലൂടെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം, ഒരു രാഷ്ട്രീയമായ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു മൂല്യബോധം കോൺഗ്രസ് ഇവിടെ തുറന്നു കാണിച്ചിട്ടുണ്ട്. അത് തുടരാനുള്ള ബാധ്യത മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഈ ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് പറയും 100% പൊളിറ്റിക്കലി കറക്റ്റ്. ഇവിടെ ചില സൂചനകളുണ്ട്. ഒരു കോഗ്നിറ്റീവ് ഒഫൻസ് നടന്നു, നോൺ കോഗ്നിറ്റീവ് എന്താണെന്ന് തന്നെ പറയാ, ഒരു കുറ്റകൃത്യം നടന്നതായി വിവരങ്ങളുണ്ട്. അന്വേഷണ ഏജൻസികൾക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത ഏജൻസികൾക്ക് വേണമെങ്കിൽ ഒരു കോഗ്നിസിബിൾ ഒഫൻസ്, അപ്പോൾ വേണമെങ്കിൽ കേസാക്കാം, കേസെടുക്കാം. കേസെടുത്തിട്ട് ഇതിലൊരു എന്താണ് പറയുക, ഒരു ഔപചാരികത കൊണ്ടുവരാം, ഒരു ഔപചാരികമായ ലീഗൽ പ്രൊസീജിയറിന് തുടക്കം കുറിക്കാം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. FIR ഇല്ല, അന്വേഷണമില്ല. സുമോട്ടോ കേസെടുത്തു എന്നൊക്കെ പറയുന്നുവെങ്കിലും അതൊന്നും മൂർത്ത രൂപത്തിൽ വന്നിട്ടില്ല. ഇത് കുറച്ചങ്ങ് പോട്ടെ, ഇപ്പോൾ രാജിവെക്കേണ്ട എന്നാണോ CPM ആഗ്രഹിക്കുന്നത്? അതിൻ്റെ രാഷ്ട്രീയമായ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമോ? അല്ല, ഇതിനകത്ത് ഇതൊരു പൊളിറ്റിക്കൽ ബെനിഫിറ്റിൻ്റെ മാത്രം വിഷയമല്ലല്ലോ. അപ്പോൾ അജിംസ് തൊട്ട് മുൻപ് ബഹുമാനോട് അനൂപിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളത്. ഇതൊരു ഉപതെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യേണ്ടുന്ന ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ഓരോന്നും പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷനടക്കം വനിതാ കമ്മീഷനടക്കം ഇതിനകത്ത് ഇടപെടുന്നതിന് വേണ്ടിയും അതുമായി ബന്ധപ്പെട്ട് മറ്റന്വേഷണങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. ഈ പരാതി ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഈ അലിഗേഷൻ ഉന്നയിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അജിംസിന് തന്നെ ബോധ്യപ്പെടും എത്രമാത്രം ഇവർ ഈ പറഞ്ഞ പരാതിയുമായി മുന്നോട്ട് വരാൻ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്. കഴിഞ്ഞ നാളുകളിൽ അവർ അനുഭവിച്ചിട്ടുള്ള ട്രോമ, ഈ ഘട്ടത്തിൽ തന്നെ ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന ആദ്യമായിട്ട് ഈ പറഞ്ഞ ഒരു പെൺകുട്ടി ഈ ഒരു പരാതി അവർക്ക് അയച്ച ചാറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു പറയാൻ വേണ്ടി തയ്യാറായ ഘട്ടത്തിൽ മാത്രമാണ്. അതിനുശേഷം ഇങ്ങോട്ട് അവർ തന്നെ ആ ഒരു ധൈര്യത്തിൻ്റെ തുടർച്ചയിലാണ് മറ്റാളുകൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പുറത്തേക്ക് വരുന്നതും. അങ്ങനെ പേര് വെളിപ്പെടുത്തി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് അവർ അഭിപ്രായം പറഞ്ഞ അല്ലെങ്കിൽ അലിഗേഷൻ ഉന്നയിച്ചിട്ടുള്ള പെൺകുട്ടി അതിനുശേഷം നേരിടേണ്ടി വന്നിട്ടുള്ള അറ്റാക്ക് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്വാഭാവികമായും ഈ മനുഷ്യരാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മാത്രമല്ലല്ലോ, ഇപ്പോൾ നേരത്തെ അനൂപ് അടക്കം സൂചിപ്പിച്ചു ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമാണ് എന്നുള്ളത്. എവിടെ ഏത് ഘട്ടത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമാകുന്നത്? രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമാകുന്നത് നമ്മുടെ സംഘടനാ സംവിധാനത്തെ കൂടുതൽ നവീകരിക്കുന്നതിന് വേണ്ടിയും അതിനെ കൂടുതൽ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിന് വേണ്ടിയും ഇടപെടൽ നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണല്ലോ. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ബോധ്യപ്പെടുന്നത് അവർക്ക് അവരുടെ ലീഡർഷിപ്പിനെ പോലും പൊളിറ്റിക്കലൈസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് മുഖമില്ലാത്ത പ്രൊഫൈലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അറ്റാക്കും ഈ പറഞ്ഞ പോലെ തെറിപ്രയോഗങ്ങളൊക്കെ അതൊക്കെ നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലല്ലല്ലോ ഇത് നിൽക്കുന്നത്. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ പെയ്ഡ് പ്രൊഫൈലുകളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ. പെയ്ഡ് പേജുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഉൾപ്പെടെ ഇവർ ഉപയോഗപ്പെടുത്തിയ അല്ലെങ്കിൽ ഇവർ വിലക്കെടുത്തു എന്ന നിലയിലേക്ക് ഈ പറഞ്ഞ പോലെ വാർത്തകളും മറ്റു വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുള്ള ചില പെയ്ഡ്
സോഷ്യൽ മീഡിയ പേജുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ പരാതി ഉന്നയിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകയും നടിയുമായിട്ടുള്ള വ്യക്തിയെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഇടപെടലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമാനമായ നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ നിലയിലുള്ള പെയ്ഡ് പേജുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവസാനിക്കുന്നില്ലെന്ന് ഇവരുടെ ഉത്തരവാദിത്വപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ ആളുകൾക്കെതിരെ മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു രമേശ് ചെന്നിത്തലക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക്, ഉമാ തോമസ് ആർജവത്തോടുകൂടുള്ള നിലപാട് ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വ്യക്തമാക്കി. അവർ പറഞ്ഞത് ഈ പറഞ്ഞ വ്യക്തി രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്താൻ വേണ്ടിയേ യോഗ്യനല്ല, അദ്ദേഹത്തെ അടുത്ത് പുറത്തേക്ക് ഇടണം എന്നുള്ളതാണ് ഉമാ തോമസ് പറഞ്ഞത്. ഉമാ തോമസിന്റെ പ്രതികരണത്തിന് കീഴിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കമന്റുകൾ ഞാനിപ്പോൾ എടുത്ത് പരിശോധിക്കുകയായിരുന്നു. ഇതിനകത്ത് ദേ തള്ളെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നു കൊള്ളണം, കോലും നീട്ടി പിടിച്ചവർക്ക് നേരെ വായ തുറക്കാൻ നിൽക്കരുത്, മൈൻഡിറ്റ് ഒരു ബഹുമാനം കൊണ്ട് പറയുകയാണ്, കൂടുതലൊന്നും പറയിപ്പിക്കരുത്, മേലനങ്ങാതെ MLA ആയതുകൊണ്ടുള്ള കുഴപ്പമാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം എല്ലാവരോടും ഫൈറ്റ് ചെയ്തൊരു ചെറുപ്പക്കാരനാണ്, നന്ദി കാണിച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തുന്നത് നല്ലതല്ല. ഈ പറഞ്ഞ പോലെ ഈ നിലയ്ക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ യൂണിറ്റ് തലം മുതൽ പ്രവർത്തിച്ചിട്ടാണ് ഇന്ന് MLA പദം വരെ എത്തിയിട്ടുള്ളത്. അല്ലാതെ ഉമ്മച്ചേച്ചിയെ പോലെ PT തോമസ് മരിച്ചതിന്റെ ഭാഗമായിട്ട് MLA ആയി കയറി വന്നയാളല്ല. ഈ നിലയിൽ ഇവരുടെ സൈബർ അണികൾ ഇവരുടെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾക്കെതിരെ അടക്കം ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർ ഈ നൽകിക്കൊണ്ടിരിക്കുന്ന സമയം രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള കവചമൊരുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതിയുണ്ട്. അവരുടെ നിർദ്ദേശാനുസരണമാണ് ഈ സൈബർ പടയാകെ ഈ നിലയിലുള്ള വെട്ടുകിളിക്കൂട്ടം അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. ശബ്ദമുയർത്തുന്ന ആളുകളെ നിശബ്ദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശം കൊടുക്കുകയാണ് കോൺഗ്രസ്. ഈ സാവകാശം കൊടുക്കലിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയമുള്ള നേതൃത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നിമിഷം ആവശ്യപ്പെടും രാഹുൽ ഈശ്വറിന്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ആറാട്ടണ്ണനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത് വരുന്നതായിട്ട് കണ്ടത്. ഈ ആളുകളുടെ ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ന്യായീകരണം കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിലും ഭേദം നിങ്ങൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയി രാജിവെക്കുന്നതാണ് എന്ന് പറയുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകണമെന്ന് വിനീതയെ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഉയരുന്ന പരാതികളൊക്കെ വ്യാജമാണെന്ന് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ ഈശ്വർ ആരാണ്? അദ്ദേഹം ആവർത്തിച്ച് പല ഇൻസിഡന്റ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കരുതി അജിംസ് ഇടപെടുമെന്ന് അദ്ദേഹം പറയാണ്. സുരേഷ് ഗോപിക്ക് ദയവായി രാഹുലെ അങ്ങ് പറഞ്ഞതിനിടയിൽ ഞാൻ മിണ്ടിയിട്ടില്ല. അങ്ങ് പറഞ്ഞ വർത്തമാനങ്ങൾക്കിടയിൽ അങ്ങയുടെ അവസരത്തിൽ ഞാൻ മിണ്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ. അതിനാണെങ്കിൽ അജിംസ് ഇടപെടുമെന്ന് ഞാൻ കരുതിയ ഒരു അവസരമുണ്ട്. ഇദ്ദേഹം പറയുകയാണ് സുരേഷ് ഗോപിക്കെതിരെ കൊടുത്ത പരാതി, മാധ്യമപ്രവർത്തകരുടെ പരാതി വ്യാജ പരാതിയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന മീഡിയ വണ്ണിൽ അജിംസിന്റെ മാധ്യമ സ്ഥാപനത്തിലുള്ള മാധ്യമ പ്രവർത്തകയാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത്. അത് വ്യാജ പരാതിയാണെന്ന് തീർപ്പ് കൽപ്പിക്കാൻ ഇയാളാരാ? ഇയാൾ വ്യാജ പരാതിയാണെന്ന് ഈ പരാതികളൊക്കെ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മീഡിയ വണ്ണിനകത്ത മാധ്യമ പ്രവർത്തക ഉയർത്തിയ പരാതി വ്യാജമായിരുന്നില്ല, തമ്മാടിത്തരം പറയരുത് എന്ന് രാഹുൽ ഈശ്വറിനോട് രാഹുൽ ഈശ്വർ, ഈ പ്രമാദമായിട്ടുള്ള എല്ലാ സ്ത്രീപീഡന കേസുകളിലും രാഹുൽ സ്വീകരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ല, പരാതിയില്ല, വ്യാജമാണ് ഇതൊക്കെ പറയുന്നത്. ഒരു വ്യാജ പരാതിയും ഒരു യഥാർത്ഥ പരാതിയും, വ്യാജ പരാതി ഇല്ല എന്നും അല്ല പറയുന്നത്, വ്യാജ പരാതിയും യഥാർത്ഥ പരാതിയും കോടതിയാണ് തീരുമാനിക്കുന്നത്. പരാതിയിൽ കഴമ്പുണ്ടോ അതിൽ തെളിവുണ്ടോ എന്നെല്ലാം. അപ്പോൾ ഒരു നിയമപ്രക്രിയ നടക്കുന്നതിന് മുമ്പേ തന്നെ വിധി പറയുക, പുരുഷന്റെ അവകാശം എന്ന് പറഞ്ഞ് ഈ പറയുന്ന പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള ഒഫൻസ് ചെയ്യുന്ന ആളുകളുടെ സംരക്ഷകനായി അവതരിക്കുക, ഇതാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങളും ഞാനും എടുത്ത നിലപാട്, നിവിൻ പോളിയുടെ കാര്യത്തിൽ ആരായിരുന്നു ശരി? രാഹുൽ ഈശ്വർ ആയിരുന്നു ശരി. വിജയബാബുവിന്റെ കാര്യത്തിൽ ആരായിരുന്നു ശരി? രാഹുൽ ഈശ്വർ ആയിരുന്നു ശരി. ഇന്നേ വരെയുള്ള കോടതി വിധികളിലൂടെ ദിലീപിന്റെ കാര്യത്തിൽ ആരായിരുന്നു ശരി? രാഹുൽ ഈശ്വർ ആയിരുന്നു ശരി. ഉമ്മൻചാണ്ടി വിഷയത്തിൽ മാധ്യമങ്ങളായിരുന്നു ശരി, ഞാനായിരുന്നു ശരി. ഇതുവരെയുള്ള കോടതി വിധികൾ എന്നല്ലേ ഞാൻ കൃത്യമായിട്ട് ഇതുവരെയുള്ള കോടതി വിധികളും കോടതി വിധികളുടെ അപ്രോച്ചുകളും, അതായത് ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ, അവരടക്കം ശ്രീ ദിലീപിന് അനുകൂലമായിട്ട് വിധി കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അഡ്വക്കേറ്റും കൂടെയാണ്, ഞാൻ മെഷർ ചെയ്തേ പറയൂ. അതുകൊണ്ട് പുരുഷന്മാരെ വ്യാജമായി വേട്ടയാടുകയാണ് നമ്മുടെ മുകേഷിന്റെ കാര്യത്തിൽ. അത് CPM എടുത്തത് ഏറ്റവും നല്ല നിലപാടാണ്. നമ്മുടെ പിണറായി വിജയൻ എന്ന നട്ടലുള്ള ഒരു നേതാവിന് മാത്രമേ ഇങ്ങനെ എടുക്കാൻ കഴിയൂ. കാര്യം വേറെ ആരെങ്കിലും ആണെങ്കിൽ രാജിവെക്കാൻ പറഞ്ഞേനെ. ശ്രീ മുകേഷിനെതിരെ വന്ന രാഹുലിന്റെ ഓർമ്മയിൽ ഒരു ശരിയായ കേസ് ഏതെങ്കിലും പുരുഷനെതിരെ സ്ത്രീപീഡന കേസ് ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് പറയാമോ?
ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. സവാദിന്റെ കേസ് ഇൻ ഓൾ പ്രോബിലിറ്റി ശരിയാണ്. എന്താ അറിയാം, ഇതിന് എനിക്ക് ന്യൂവാൻസ് ഉണ്ട്, നിങ്ങൾക്കാണ് ഇല്ലാത്തത്. രാഹുലിന്റെ ഒരു കാര്യം തീരുമാനിക്കണം, അതിന് വീഡിയോ വേണം. അത് റേപ്പ് നടന്നാൽ റേപ്പിന്റെ വീഡിയോ കണ്ടാൽ രാഹുൽ ആ ഇരയുടെ കൂടെ നിൽക്കും, അങ്ങനെയാണോ? എനിക്കെന്നല്ല, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് തെളിവ് വേണം. തെളിവില്ലാതെ രാഹുൽ പറയുന്ന തെളിവ് വീഡിയോ ആണ്. വീഡിയോ ഉണ്ടെങ്കിൽ രാഹുൽ വിശ്വസിക്കും. ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രോങ് കൊറോബറേറ്റീവ് എവിഡൻസ് വേണ്ടേ? ഇല്ലെങ്കിൽ ശ്രീ അജിംസ് ഓർക്കണം, നാളെ അജിംസിനെതിരെ വരും, രാഹുൽ ഈശ്വറിനെതിരെ വരും. നമ്മളെ പിന്തുണയ്ക്കാൻ ആരും കാണില്ല. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾക്കുകയാണെങ്കിൽ അറിയണം, രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ഇടപെട്ട് സ്റ്റോപ്പ് ചെയ്ത പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പറയാനെങ്കിലും ആരെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ രാഹുൽ ഈശ്വർ മാത്രമേ ഉള്ളൂ. രാഹുൽ ഈശ്വറാണ് പറഞ്ഞത്, അല്ല ആർഷോ പറഞ്ഞ പോലെ വേറെ ആരുമല്ല. ഇതിന്റെ സീരിയസ് ആയ പോയിന്റ് എന്താ അറിയാമോ? ആണിനെതിരെ ഒരു ആരോപണം വന്നാൽ അവന്റെ ജീവിതം തീരരുത്. നാളെ എനിക്കെതിരെ, ആർഷോയ്ക്കെതിരെ, അനൂപിനെതിരെ, അജിംസിനെതിരെ ഒക്കെ ആരോപണങ്ങൾ വരാം. അത് കോടതി സത്യമാണെന്ന് പറയുന്നത് വരെ വി ആർ ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ നമ്മുടെ ജീവിതവും ജോലിയും ഒന്നും പോകരുത്. ഗൗരിദാസ് നായർ സാറിന് ഓർമ്മയില്ലേ, ഹിന്ദുവിന്റെ ഏറ്റവും പ്രഗത്ഭനായ എഡിറ്റർ? എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ആരോപണം, ഒരു പെൺകുട്ടി പേരില്ലാതെ ബ്ലോഗ് പോസ്റ്റിൽ എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തീർന്നു, കരിയർ തീർന്നു. നമ്മുടെ ഏതെങ്കിലും ചർച്ചകളിൽ കാണാറുണ്ടോ? ഏതെങ്കിലും പൊതുവേദികൾ കാണാറുണ്ടോ? ഇപ്പം റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് CSR എടുപ്പിക്കേണ്ടി വന്നു ഹിന്ദു എന്ന്. എത്ര പേരുടെ ജീവിതം കളഞ്ഞിരിക്കുന്നു, എത്ര പേരുടെ ജീവിതം പോയി. ഈ ശ്രീ ദിലീപിനെ എത്ര നാൾ വേട്ടയാടി, വിജയബാബുവിനെ എത്ര നാൾ വേട്ടയാടി. അവസാനം കോടതി പറഞ്ഞ എന്താ അറിയോ പോലീസിനോട്? മീഡിയക്കാരെ കാണിക്കാനല്ലേ വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ പോകണ്ടെന്ന്. ശ്രീ വിജയബാബു ആകട്ടെ, നിവിൻ പോളി ആകട്ടെ, ഇവർക്കെതിരെ എന്തെങ്കിലും പരാതി എടുത്തോ? അതായത് നിവിൻ പോളിക്കെതിരെ കള്ള പരാതിയാണ് വന്നതെന്ന് അറിഞ്ഞു, ആ പെൺകുട്ടിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിത കള്ള പരാതിയാന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടല്ലോ, കോടതി പറഞ്ഞല്ലോ. സരിതയ്ക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? അതായത് ആണിനെതിരെ കള്ളപ്പരാതി കൊടുത്താൽ നമുക്ക് പറയാൻ പോലും ആരും. മാളവിക ബെന്നി, ഈ വ്യാജ പരാതികൾ ഉണ്ടാവുന്നത് എന്നുള്ളത് ഇത്തരം ആരോപകർക്ക് കൂടുതൽ ശക്തി നൽകുന്നുണ്ട് ഈ ഘട്ടങ്ങളിൽ. മാളവിക ബെന്നി, വ്യാജ പരാതികൾ ഒട്ടുമേ ഇല്ലെന്ന് ആരും ഇവിടെ പറയുന്നില്ല. പക്ഷെ വ്യാജ പരാതികൾ കൊടുക്കുന്നവർക്കെതിരെ കൃത്യമായിട്ട് നിയമം നടപടി എടുക്കാനുള്ള പ്രൊവിഷൻ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ തന്നെയുണ്ട്. 7 വർഷത്തോളം ഇംപ്രിസൺമെന്റ് തടവ് കിട്ടുന്ന ഡിഫമേഷൻ സ്യൂട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത് രാഹുലിന് അറിയാവുന്നതാണ്. പക്ഷെ രാഹുൽ അത് മറച്ചു വെച്ചുകൊണ്ട് എല്ലാ ചർച്ചകളിലും സംസാരിക്കുകയുള്ളൂ. ഈ പലപ്പോഴും സംഭവിക്കുന്നത് എന്നത് പറഞ്ഞാൽ ഈ ജുഡീഷ്യറിക്ക് തെളിവില്ലായ്മ കാരണമാണ്. എല്ലാ കാര്യത്തിലും, പർട്ടിക്കുലർലി ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള കേസുകളിൽ തെളിവ് നിരത്താൻ, അതും എത്ര പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാരാണ് ഈ ഓരോ പ്രഡേറ്റേഴ്സിനും വേണ്ടി, ഈ ഓരോ ഒഫൻഡേഴ്സിനും വേണ്ടി കേസ് വാദിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുമാണ്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ കേസുകളിൽ ഉപരിയായി നമ്മളിപ്പോൾ ഉള്ള വിഷയത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട്, നേരത്തെ ശ്രീ വി ആർ അനൂപ് പറഞ്ഞ ആ ഒരു ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അത് വളരെ അപ്രീഷ്യബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന് കൂടുതൽ ഡിലേ വന്നാൽ വലിയ ഒരു കോസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസിന് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് വോട്ട് കൊള്ളയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അത് നാഷണൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആണ് ഈ ഒരു അലിഗേഷൻ വരുന്നതും. ഇപ്പോൾ നാഷണൽ മീഡിയ മുഴുവൻ നോക്കിയാൽ കേരളത്തിലേക്കാണ് ശ്രദ്ധ വന്നിരിക്കുന്നത്. എന്തിലേക്കാണ് ശ്രദ്ധ വന്നിരിക്കുന്നത്? കേരളത്തിൽ ഉള്ള യങ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന് എല്ലാം ഒരേ ഒരു കണ്ണിൽ നോക്കുന്ന, ഒരേ ഒരു ഫ്രെയിമിൽ നോക്കുന്ന ഒരു രീതിക്ക് നിരന്തരമായിട്ടുള്ള വാർത്തകൾ വരുന്ന സമയമാണ്. അപ്പോൾ ശ്രദ്ധ എവിടെ നിന്നാണ് പോയത്? ഇതേപോലെ തന്നെയാണ് ധർമ്മസ്ഥലയിലെ ശുചിത്വ തൊഴിലാളിയെ പ്രതിയാക്കിക്കൊണ്ട് ഉള്ള രീതിയിലുള്ള മൂവ് നടക്കുകയാണ്. SIT ഓൾമോസ്റ്റ് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ മാറുന്ന രീതിയിലാണ് ഈ കേസ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗം ഒരു തീർപ്പ്. ശരിയാണ്. ഒരു പാൻ ഇന്ത്യൻ രാഷ്ട്രീയ മൂവ്മെന്റ് ബീഹാർ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയമായ പോരാട്ടം ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുഴുവൻ ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉത്തരേന്ത്യയിൽ മാറുകയാണ്. BJP അല്പം മുമ്പ് ആ കാര്യം അവരുടെ ട്വിറ്റർ ഹാൻഡിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്ന രീതിയിൽ ഒരു ലാർജർ പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് തിരിയുന്ന കോൺഗ്രസിൻ്റെ മുഴുവൻ ശ്രമങ്ങളെയും അട്ടിമറിക്കുന്ന ഒന്നായി ഇത് മാറുകയാണ്. ഈ അമാന്തം മാറുകയാണ്. അത് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ കേരള നേതൃത്വമാണ്. വളരെ നന്ദി ശ്രീ മാളവിക ബെന്നി, രാഹുൽ ഈശ്വർ, PM ആർഷോ, വി ആർ അനൂപ് ഇത്രയും സംസാരിച്ചിട്ടുണ്ട്.